പിറവം മുളക്കുളം വടക്കേക്കര ഊഴത്തുമല മഹാദേവ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് ശേഷം നാടിന് സമർപ്പിച്ചു. താന്ത്രിക കുലപതി മനേത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരി ക്ഷേത്ര സമർപ്പണം നടത്തി. സമർപ്പണത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം എംഎൽഎ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ മുളക്കുളം വടക്കേക്കര ഊഴത്തുമല മഹാദേവ ക്ഷേത്രം താന്ത്രിക കുലപതി മനയറ്റാത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി നാടിന് സമർപ്പിച്ചു. തന്ത്രി മനയത്താറ്റ് പ്രകാശൻ നമ്പൂതിരി, മേൽശാന്തി അനീഷ് എമ്പ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പഞ്ചവാദ്യവും കൽപ്പറ്റ എം.കെ. ഹരിലാലിന്റെ സംഗീത കച്ചേരിയും നടന്നു. 2018 ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിലെ ശ്രീകോവിലടക്കം പുതുക്കിപ്പണിത് ചെമ്പുമേഞ്ഞ്, നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, തിടപ്പള്ളി, നടപ്പന്തൽ, പ്രദക്ഷിണ വഴി എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. പാരമ്പര്യ ശൈലിയിൽ ചുവർ ചിത്രങ്ങളെഴുതി ശ്രീകോവിലിന്റെ ചുമർ കമനീയമാക്കിയിട്ടുണ്ട്. മെയ് 14 വരെ നവീകരണ കലശ ചടങ്ങുകൾ നടക്കും. ഞായറാഴ്ച രാവിലെ തായമ്പകയെ തുടർന്ന് നടന്ന സമ്മേളനം അനൂപ് ജേക്കബ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന്റെ ഒരു വലിയ കൂട്ടായ്മയുടെ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ ക്ഷേത്ര നവീകരിച്ചത് സമർപ്പിക്കുവാൻ കഴിഞ്ഞ ദിവസം സാധ്യമായി. അത് വലിയൊരു രീതിയിൽ ഒത്തൊരുമയോടെ നീങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു അനിവാര്യത എന്ന നിലയിൽ അത് വിശ്വാസി സമൂഹങ്ങളുടെ മാത്രമല്ല, ഈ നാടിൻ്റെ ഒരു ആവശ്യം എന്ന നിലയിൽ ഇവിടെ ഓരോരുത്തരും ഇതിനെ വീക്ഷിച്ചു എന്നുള്ളതാണ്. വലിയൊരു തുക തന്നെ അതിനായിട്ട് സമാഹരിക്കേണ്ടി വരും. ഇവരെങ്കിലും ഒരു പരിപാടിയുമായി അതിനൊരു അനിവാര്യമായ ഒരു ആവശ്യമായി മുമ്പോട്ട് വരുമ്പോൾ അതിലേക്ക് കടന്നു വരുന്ന അനവധി പേരുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രക്ഷാധികാരി ടി.പി. വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പായിപ്ര രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും തന്ത്രി മനയറ്റാത്ത് പ്രകാശൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സന്തോഷം ഒരു സൈഡിലുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം, അതായത് ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ഭാരതം പോയിക്കൊണ്ടിരിക്കുകയാണ്. പായിപ്ര രാധാകൃഷ്ണൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പായിപ്ര സാറെ പ്രദേശം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു കാലത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന പ്രദേശമാണ്. അക്കാഡമികൾ വന്നപ്പോൾ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും യഥാർത്ഥത്തിൽ കേരള സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒരു ഹൃദയഭൂമിയായിരുന്നു ഈ പിറവം, ഈ പ്രദേശങ്ങളിലെല്ലാം. ഈ മൂവാറ്റുപുഴയുടെ പുഴയോരത്താണ്. ഈ മൂവാറ്റുപുഴ ആകെ കിഴക്കോട്ട് ഒഴുകുന്ന ഒരേ ഒരു സ്ഥലം ഈ പാഴൂരാണ്. പാഴും പെരുന്തോലിൻ്റെ മുമ്പിൽ മാത്രമാണ് മൂവാറ്റുപുഴയാറ് പടിഞ്ഞാട്ട് ഒഴുകുന്ന ഒരു സ്ഥലം. ഇതേ പുഴയിലാണ് എം.ടി. വാസുദേവൻ നായർ വള്ളം മറിഞ്ഞ് കിഴക്കോട്ട് എം.ടി. വാസുദേവൻ നായർ വള്ളം മറിഞ്ഞ് കുറച്ച് സമയം വെള്ളത്തിൽ മുങ്ങിപ്പോയ സ്ഥലവും ഇത് തന്നെയാണ്. പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു സോവനീർ മുഖചിത്രം പ്രകാശനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ കെ.പി. സലീം, മുൻ ചെയർമാൻ സാബു കെ. ജേക്കബ്, മൂവാറ്റുപുഴ NSS യൂണിയൻ പ്രസിഡന്റ് ആർ. ശ്യാംദാസ്, ധീവരസഭ താലൂക്ക് സെക്രട്ടറി ഷമി പി.എസ്., ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ജനാർദ്ദനൻ, കൺവീനർ വി.പി. വിജയൻ, NSS വനിതാ സമാജം സെക്രട്ടറി ഉഷ രാജശേഖരൻ, ശില്പി ചെറായി രാജു, പിറവം പോലീസ് സബ് ഇൻസ്പെക്ടർ K.S. ജയൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൗൺസിലർമാരായ പ്രശാന്ത് മമ്പുറത്ത്, ഡോക്ടർ അജീഷ് മനോഹർ, മുളക്കുളം സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ഡോമി ചിറപ്പുറത്ത് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. മഹാപ്രസാദ ഊട്ട് നടന്നു. നവീകരണ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ആചാര്യനായിരുന്നു. തുടർന്ന് ശുദ്ധിക്രിയകൾ നടന്നു. മെയ് 14 രാവിലെ 8:15 10:20 ഇടയിലാണ് ബ്രഹ്മകലശാഭിഷേകം. തുടർന്ന് ഉച്ചപൂജ, ഉപദേവന്മാർക്ക് കലശാഭിഷേകം, മഹാപ്രസാദ ഊട്ട് എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,